ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രീം ഹാപ്പിനെസ് ലോ. അപ്പോൾ ഞാനിപ്പോൾ എങ്ങോട്ടേക്ക് പോകണമെന്നറിയോ? ഞാനിപ്പോൾ പോകുന്നത് ഇലവിഴ പൂഞ്ചിറയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ കുറച്ച് നാളൊക്കെ ആയി ഇലവിഴാപ്പൂഞ്ചിറയൊക്കെ പോയിട്ട്. ഇതിനു മുമ്പ് പോയിട്ടുണ്ട്, ഒന്ന് രണ്ടെണ്ണം പോയിട്ടുണ്ടെങ്കിൽ പോലും ഒന്നുകൂടി പോകാമെന്ന് വെച്ചു. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ ഗോപ്രോയിലാണ്. പക്ഷേ ഗോപ്രോ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ തൊടുപുഴ ഏകദേശം കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നേരത്തെ തൊടുപുഴയിൽ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാനിവിടെ കയറിക്കുമായിരുന്നു. ആ കയറി ഇന്ന സമയത്ത് ഞാൻ ഗോപ്രോ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കിയത്. ഞാൻ ഗോപ്രോ മൗണ്ട് ചെയ്യണേ സ്ക്രൂ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഗോപ്രോ എനിക്ക് ഹെൽമെറ്റിലേക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എൻ്റെ പുറകിൽ ഒരാൾ കൂടി ഉള്ളതുകൊണ്ട് ഗോപ്രോ കൈ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കുറച്ച് ബോറായിരിക്കും കാണാൻ, കഷ്ടപ്പെട്ട് എടുക്കണതാണ്. ജസ്റ്റ് കണ്ടു നോക്കുക. അപ്പോൾ അത്യാവശ്യം നല്ല മഴയും കാര്യങ്ങളൊക്കെ പെയ്തുകൊണ്ട് നല്ല രീതിയിൽ മഞ്ഞൊക്കെ കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെന്നറിയില്ല, നമുക്ക് എന്തായാലും പോയി നോക്കാം. പോണ ടൈം എന്നൊക്കെ പറഞ്ഞൊരു 3:30 കഴിഞ്ഞ് വൈകുന്നേരത്തോടെയാണ് പോണത്. അവിടെ ഒരു ഓൾമോസ്റ്റ് 4:30-5 മണിയാകുമ്പോഴത്തേക്ക് എത്തേണ്ടതാണ്. അപ്പോൾ വല്ലാത്ത എക്സൈറ്റ്മെൻറ്റൊക്കെ ഉണ്ട്. മഴയൊക്കെ പെയ്തുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് തന്നെ പോവാം. കാരണം ഈ ഒരു ടൈമിൽ നമ്മുടെ തൊടുപുഴ മുട്ടം റോഡൊക്കെ വണ്ടി ഓടിക്കാൻ വല്ലാത്തൊരു ഫീലാണ്. അവിടെ നിന്ന് ഇരാറ്റുപേട്ട പോണ വഴി എന്നൊക്കെ പറഞ്ഞാൽ സ്വർഗ്ഗതുല്യമായിട്ടുള്ള വഴിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വഴി. കാരണം ഈ ഒരു മഴയത്ത് ആ ഒരു പച്ചപ്പൊക്കെ നനഞ്ഞ് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, അമ്മാതിരി ഫീലാണ്. എന്തായാലും പോണ വഴിക്ക് നമുക്ക് മലങ്കര ഡാമിൻ്റെ ഒരു വ്യൂ കൂടി കണ്ടിട്ട് വരാമെന്ന് ഓർത്ത് ഞാനിപ്പോൾ മലങ്കര ഡാമിലേക്കാണ് പോകുന്നത്. ഓക്കെ, മലങ്കര ഡാമിന് വലിയ പ്രത്യേകതയൊന്നുമില്ല, കരയിലിപ്പുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് നമ്മളിതിൽ പോയപ്പോൾ മലങ്കര ഡാം കൂടി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് ഓർത്ത് കയറിയതാണ്. അധികം നേരം നിൽക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കണ്ടിട്ട് പോവാണ്. വേണമെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തേക്കാം, എന്നിട്ട് പോകാം എന്തായാലും. ഓക്കെ, ഇവിടെ നമ്മൾ നേരെ തിരിച്ച് പോവാണ്. എത്രയും പെട്ടെന്ന് അവിടെ എത്താൻ വേണ്ടിയാണ് ഞാനും നോക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ മഴയൊക്കെ പൊടിയുന്നുണ്ട്. നമ്മുടെ ഗോപ്രോയിലൊക്കെ വെള്ളമൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഓക്കെ, നമ്മൾ ഇലവിഴ പൂഞ്ചിറയിലേക്ക് പോകുന്ന വഴി എത്തി. ആ വഴിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും സമയം വേസ്റ്റ് ചെയ്ത് നേരെ തന്നെ അങ്ങോട്ട് പോകുന്നു. അധികം വ്ളോഗിങ് സംസാരം കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ നേരെ ടോപ്പിൽ എത്തിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമുക്ക് എന്തായാലും പോയി നോക്കാം. റോഡൊക്കെ അടിപൊളിയാക്കിയിട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ റോഡൊക്കെ പൻ ശോകമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ റോഡ് എൻ്റെ പൊന്നെ വ്യൂ സീൻ. എത്ര പെട്ടെന്ന് മേളിലെത്താൻ വേണ്ടിയാണ് നോക്കുന്നത്. ചെറിയ രീതിയിൽ മഞ്ഞൊക്കെ ഉണ്ട്. മേളിൽ അത്യാവശ്യം മഞ്ഞ് ഉണ്ടാവണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഇവിടെ ഒരു നല്ല സ്പോട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നിർത്തി ജസ്റ്റ് ഒരു വീഡിയോസ് എടുക്കാം. റോഡൊക്കെ ഓക്കെ ആയിരുന്നു, വേറെ സീനും കാര്യങ്ങളൊന്നും. നമ്മുടെ വണ്ടി ഫ്രെയിമിൽ കാണാൻ പൊളി ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ല, നൈസായിട്ടുണ്ട്. ഓ മോനെ, ഓക്കെ, അങ്ങനെ നമ്മൾ മേളിൽ എത്താറായിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്, നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട്. എന്തായാലും നമുക്ക് വണ്ടി അകത്തിട്ട് കയറ്റി നോക്കാം. ഇവിടെ വയ്ക്കുന്നില്ല, അവിടെ വരെ നടക്കാൻ പറ്റത്തില്ല എനിക്കിരി, അതുകൊണ്ടാണ്. നമുക്ക് കുറച്ച് കയറ്റി നോക്കാം. ഇവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, അവിടെ വണ്ടി കയറിക്കോളും. എന്തായാലും ഫ്രണ്ടിൽ ബാഗ് ഇരിക്കണോണ്ട് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് പോയി നോക്കാം. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അധികം മഞ്ഞും കാര്യങ്ങളൊന്നും കാണാനില്ല. എന്തായാലും വരുമായിരിക്കും, വരാതെ എവിടെ പോകാനാ അല്ലേ. ഇവിടെ വണ്ടി കയറുമെന്ന് കുറച്ച് ടാസ്ക് ഉണ്ട്. കാരണം വണ്ടി ഒന്നാമത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഫ്രണ്ടിൽ ബാഗ് ഇരിക്കണോണ്ട്, പിന്നെ പുറകിൽ പില്ലിനും ഉണ്ട്. നല്ല ബുദ്ധിമുട്ടുണ്ട് തിരിക്കാൻ. ചുമ്മാ പോവാം. ഓക്കെ,
കല്ലൊക്കെ ശരിക്കും വലുതായിട്ടുണ്ട്. ഓ സീൻ. എൻ്റെ ബാഗ് ചെരിഞ്ഞു പോയി. ബാഗ് ചെരിഞ്ഞ് പിന്നെ ആ സൈഡിലേക്ക് പൊട്ടിക്കാൻ പറ്റില്ല, പറഞ്ഞ പ്രശ്നം. എന്തായാലും വണ്ടി ഞാൻ കയറ്റി. വണ്ടി കയറ്റാണ്ട് രക്ഷയില്ല. വണ്ടി കയറ്റി ആ ടോപ്പിൽ വെച്ചിട്ട് ഒരു വീഡിയോ കൂടി എടുക്കിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കോട വന്നിട്ടുണ്ട്. ഫുൾ കോട കയറി തുടങ്ങി. അധികം ഒന്നും കാണാനൊന്നും പറ്റുന്നില്ല. അടിപൊളിയായിട്ടുണ്ട് എന്തായാലും. സീനായി. നേരത്തെ നോക്കുമ്പോൾ ഫുൾ കുറേ കാര്യങ്ങൾ കാണാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ ഒന്നും തന്നെ കാണുന്നില്ല. സീനായിട്ടുണ്ട്. നമ്മൾ ടോപ്പിലെത്തി. ടോപ്പിൽ അത്യാവശ്യം നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ 2 പയ്യന്മാരൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അവന്മാരെ കാണാൻ പോലും പറ്റുന്നില്ല, അത്രയും മഞ്ഞ് കയറിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ തിരക്ക് തന്നെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.